ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയുടെ അമ്മയുടെ അവസ്ഥയോർത്തിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. ആദ്യം ഒറ്റക്കെട്ടിന് എവിടെയും പോകാനും പറ്റില്ലല്ലോ, അമ്മയ്ക്കാണെങ്കിൽ സുഖവും ഇല്ല. അപ്പോൾ ആദ്യം അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ അമ്മയെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ശ്രുതി വിചാരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ചന്ദ്രോദയമാണ്. അവിടെ വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും തമ്മിലുള്ള വഴക്ക് അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ്. ചന്ദ്ര ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇവരുടെ ബഹളം കേട്ട് നമ്മുടെ രവീന്ദ്രൻ വരുവാണേ. എന്താ ചന്ദ്രേ, അവർ മുറിയിലിരുന്ന് ബഹളം വെക്കുവാണോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കാര്യം, ആ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുവാണേ. അപ്പോൾ സച്ചി വർഷയെ ചീത്ത പറയുന്നുണ്ട്. വർഷേ, നീ എന്താ ഓവറായിട്ട് ഒച്ചെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്നൊക്കെ വർഷയും പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദേ എൻ്റെ സച്ചിയേട്ടനോട് മര്യാദക്ക് നോക്കിയും കണ്ടു സംസാരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർഷയുടെ അമ്മേനോട് പോയി ചൂടാവണം, അല്ലാതെ എൻ്റെ ഭാര്യയോടല്ല ചൂടാവണ്ടേ എന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഈ ബഹളമൊക്കെ കേട്ടിട്ട് പുറത്തുനിന്ന് വിഷമിക്കുവാണ്. ഇതെന്താ 4 പേരും കൂടി ഒന്നിച്ചിരുന്ന് ബഹളം വെക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ വിചാരിക്കുന്നുണ്ട്. എന്താ ചന്ദ്രേ, എന്താ കാര്യമെന്ന് നിനക്കറിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ, ആ രേവതി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്ത് നടന്നാലും നീ രേവതിയല്ലേ കുറ്റം പറയുന്നേ. അപ്പോൾ ചന്ദ്ര പറയും, അവള് കാരണമല്ലേ ഈ വീട്ടിൽ എല്ലാ പ്രശ്നവും നടക്കുന്ന, കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇപ്പോൾ അതുപോലെ തന്നെ വർഷയുടെ അടുത്തും പോയി കളിച്ചിട്ടുണ്ടാവും, അവള് വെറുതെ ഇരിക്കുവോ, നല്ല മറുപടി വർഷ കൊടുക്കും എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. എന്തിനാ ഇവരിങ്ങനെ വഴക്കിടുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, പക്ഷേ ഇത് വലിയൊരു പ്രശ്നമാവുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പാന്ന് ചന്ദ്ര അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുവാണേ മനസ്സിൽ. രവീന്ദ്രൻ വിഷമിച്ച് അവിടെയുള്ള സോഫയിൽ പോയി ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് സച്ചിനോട് പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ, ഞാൻ എല്ലാം കേട്ടും മിണ്ടാതിരിക്കുമെന്നൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട, ഞാൻ രേവതി ചേച്ചി ഓർത്താ ഇങ്ങനെ അധികം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത്, സച്ചേട്ടനോടുള്ള ബഹുമാനമൊക്കെ ഉണ്ട്, അത് സച്ചേട്ടൻ തന്നെ ഇല്ലാതാക്കി കളയരുതെന്നൊക്കെ ശ്രീകാന്ത് പറയുവാണേ സച്ചിനോട്. എന്നിട്ട് മുറി തുറന്ന് അവർ പുറത്ത് വരുവാണ്. സച്ചിൻ രേവതിയും മുറിയുടെ പുറത്ത് നിന്ന് പറയുന്നുണ്ട്, ഇതോടെ എല്ലാം തീർന്നു, ഇനി നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളെ ഇടപെടത്തേയില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിൽക്കരുത്, നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങുവാണേ രണ്ടുപേരും കൂടി. അപ്പോൾ രവീന്ദ്രൻ സച്ചിൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ എത്ര നാൾ ഞങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കും, ഞങ്ങൾക്കും ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടച്ചാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഈ നാട്ടുകാരെ കേൾപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ കിടന്ന് ബഹളം വെക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അതിന് മറുപടി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണേ അച്ഛാ, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കാട്ടി വെക്കും, ഞങ്ങൾ അതൊക്കെ കണ്ട് മിണ്ടാതിരിക്കണമെന്നൊക്കെ സച്ചി ചോദിക്കുവാണേ. ഇതോടെ എല്ലാം കഴിഞ്ഞച്ചാ, എനിക്ക് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ഇഷ്ടമല്ല, ഞാൻ പോയി എൻ്റെ വണ്ടി കഴുകട്ടെ എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി വീണ്ടും പറയും, അച്ഛാ ഞാൻ വണ്ടി കഴുകാൻ പോവാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവാണേ. സച്ചി രവീന്ദ്രനെ അതൊരു സിഗ്നൽ കൊടുത്തതാണ് പുറത്തോട്ട് വരാൻ, സച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് രവീന്ദ്രനോട്. അപ്പോൾ രവീന്ദ്രൻ പയ്യെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ സച്ചിയുടെ പുറകെ പോവാണ് സച്ചിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ്. രേവതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് പറയുന്നുണ്ട്, എടി രേവതി, കുടുംബത്തിലെ എല്ലാവരെയും തല്ലിപ്പിരിക്കുന്ന ജോലി നീ നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയുവാണേ. അപ്പോൾ തന്നെ രേവതിക്ക് ദേഷ്യം വന്നിരിക്കുവാണല്ലോ. രേവതി ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ആര് ഞാനോ, ഞാൻ എല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നതാണ് എൻ്റെ പ്രശ്നം, ഒരേ കുടുംബമല്ലേ, എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം സഹിച്ച് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും എൻ്റെ തലയിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കുവാന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോഴേക്കും ഇത് കേട്ട് നമ്മുടെ വർഷ മുറിയിൽ നിന്നും തുള്ളി വരുവാണ്. എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഞാനിനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞതല്ലേ, അതുപോലെ തന്നെ ഈ വിഷയം ഇവിടെ സംസാരിച്ച് പോകരുതെന്ന് വർഷ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേ വർഷേ, എൻ്റെ അടുത്ത് നിന്റെ സ്വഭാവമൊക്കെ പുറത്തെടുത്താലുണ്ടല്ലോ, എല്ലാവരോടും ഒച്ചെടുക്കുന്ന പോലെ തറുതല പറയുന്നത് പോലെ എന്നോട് പറയാൻ വന്ന എൻ്റെ സ്വഭാവം നീ അറിയും എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോകുവാണേ. ചന്ദ്ര ഇങ്ങനെ രേവതിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, വർഷയെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. ചന്ദ്ര വർഷയോട് ചോദിക്കുന്നുണ്ട്, മോളെ വർഷേ, എന്താ ഇവൾ ഇങ്ങനെ ബഹളം വെച്ച് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇപ്പോഴാൻറ്റി എനിക്ക് ഈ വീട്ടിലുള്ളവരുടെയൊക്കെ ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചിരിക്കുവാണ്. വർഷ ചന്ദ്രയുടെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്ര കിട്ടിയ അവസരം മുതലാക്കുവാണ്. രേവതിയെ പറ്റി അങ്ങനെ വേണ്ടാത്തൊക്കെ വർഷനോട് പറഞ്ഞു കൊടുക്കുവാണ്. ഇതുകൊണ്ടാണ് മോളെ നിന്നോട് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നത്, വെക്കേണ്ടവരെ വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, നമ്മൾ നമ്മുടെ നിലവാരത്തിനനുസരിച്ചുള്ളവരോട് മാത്രം മിണ്ടിയാൽ മതി. ഇവളുടെ അടുത്തൊക്കെ വർഷം എന്തിനാ മിണ്ടാൻ പോകുന്നത്, നീ അങ്ങനത്തെ വിചാരമുള്ളവളൊന്നല്ല, നീ എല്ലാവരോടും ഒരേപോലെ ഇടപഴകുന്നത്, ഇനി അങ്ങനെയൊന്നും വേണ്ട മോളെ, ഒരു നിലവാര യോഗ്യതയും ഇല്ലാത്തവളാ ഈ രേവതി, അവളെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ മോള് വെക്കണം എന്നൊക്കെ ചന്ദ്ര പറയുവാണേ.
ആൻറ്റി പറഞ്ഞതൊക്കെ ശരിയാ. ആൻറ്റി പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശരി മോളെ, അത് വിട്. ഞാൻ മോളുടെ നല്ലതിന് വേണ്ടിയാണ് ഇത്ര നാളെല്ലാം പറഞ്ഞത്. പക്ഷേ അവൾ അഭിനയിച്ച് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുമല്ലേ, എല്ലാവരുടെ മനസ്സും അവൾ മയക്കിയെടുക്കും. ഇപ്പെങ്കിലും മോൾ അവളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഹാ ശരിയാ, രേവതി ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. പാവമല്ലേ എന്നോർത്ത് തന്നെ രേവതി ചേച്ചിയോട് ഇടപഴകുന്നുണ്ടായിരുന്നെന്ന് പറയുമ്പോഴേക്കും രേവതി അടുക്കളയിൽ നിന്ന് തുള്ളി വരുവാണേ. എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ പാവമാണെന്ന് ഓർത്ത് ഇടപഴകണമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളോടൊക്കെ പാവം തോന്നി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നത് ഞാനാന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടി രേവതി ചേച്ചി ഒന്നും ചെയ്തു തരാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം നോക്കിക്കോന്ന് പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെന്ന് രേവതിയും പറയുവാണേ. എന്തിനാടി നീ വർഷേനോട് ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ, ഇനി എൻ്റെ അടുത്ത് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ഞാൻ നോക്കിയും കണ്ടൊന്നും നിൽക്കില്ല. എന്നെ വേണ്ടാത്ത രീതിയിൽ എന്നെ അപമാനിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല മറുപടി തിരിച്ചു കൊടുക്കുകയും ചെയ്യും, പറഞ്ഞ് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേ മോളെ അവളുടെ അഹങ്കാരം, ഇവളുടെ അടുത്തൊക്കെ സംസാരിച്ചാൽ അതിൻ്റെ നാണക്കേട് നമ്മക്കാണെന്നൊക്കെ ചന്ദ്ര പറയുവാണേ. ഇനി ഞാൻ ഇവരോടൊന്നും മിണ്ടാൻ പോകുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വർഷ മുറിയിലോട്ട് പോവാണേ. ചന്ദ്ര അപ്പം ഇങ്ങനെ നല്ല സന്തോഷത്തില്ല. ഹാവൂ, എന്തൊരാശ്വാസം. ഇനി ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കത്തു പോലും ഇല്ല, എപ്പോഴും ഇങ്ങനെ തല്ലിപിടുത്തം തന്നെയായിരിക്കും. ഇവരെ തമ്മിൽ തല്ലിപ്പിരിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിന് നല്ല ആശ്വാസം കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ സച്ചിയോട് നല്ല ദേഷ്യത്തിൽ ചാടിക്കയറി വരുവാണ്. എന്താടാ സച്ചി ഇവിടെ നടക്കുന്നത്? ഇത്രയും നാൾ ചേട്ടനനിയന്മാർ തമ്മിൽ തല്ലി പിടിക്കുമായിരുന്നു, പക്ഷെ അത് 2 ദിവസം കൊണ്ട് ശരിയാവുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴോ ഇവിടെ കയറി വന്ന മരുമക്കളും തമ്മിൽ തല്ലി പിടിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണേ. സച്ചി അതൊന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊന്നുമില്ലാന്ന് ഞാനെല്ലാം കേട്ടോണ്ടായിരുന്നത്. സാധാരണ നീയാ ഈ വീട്ടിൽ ബഹളം വെക്കാറ്, പക്ഷെ ഇപ്പോൾ രേവതി അവളും കൂട്ടത്തിൽ നിന്നും ബഹളം വെക്കുന്നു. ഈ കുടുംബത്തിൽ ഞാൻ കഴിഞ്ഞ സമാധാനം ആഗ്രഹിക്കുന്നത് അവളാ, അവളും കൂടി നിന്റെ ഒപ്പം കിടന്ന് ബഹളം വെക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും ഇതൊന്നും ശരിയല്ല സച്ചി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇമോഷണൽ ആവുകയാണേ. അച്ഛാ വഴക്കൊന്നും പിടിച്ചില്ല അച്ഛാന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയടാ സച്ചി, എന്നിൽ നിന്ന് എന്തിനാ മറക്കുന്നത്? കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ വഴക്കൊന്നും പിടിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു സച്ചി, നിങ്ങൾ എല്ലാവരും കൂടി വഴക്ക് പിടിക്കുന്നത് കാണുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ അച്ഛാ, ഇതൊക്കെ ഞങ്ങളുടെ അഭിനയമല്ലേ എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും, അഭിനയോ? അമ്മയെ പറ്റിക്കാനുള്ള അഭിനയമാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചി, നീ എന്താ പറയുന്നതെന്ന്. അച്ഛാ ഞങ്ങൾ തല്ലി പിടിച്ചതൊന്നുമല്ല, ഞങ്ങൾ അകത്തിരുന്ന് എല്ലാവരും കൂടി ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ വഴക്ക് പിടിച്ചത് അത് നമ്മുടെ അമ്മയെ പറ്റിക്കാൻ. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ തെളിച്ചു പറ സച്ചി, വെറുതെ കളിക്കല്ലേ. അച്ഛാ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീട്ടിലെ രേവതിയോട് കൂടുതൽ ഇടപഴകുന്നതും സ്നേഹം കാണിക്കുന്നതും ആരാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അത് നീയല്ലേ. അച്ഛാ ഞാനല്ല അച്ഛാ, എൻ്റെ കഴിഞ്ഞ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രേവതി ഒരു അനിയത്തിയെപ്പോലെ കാണുന്നത് ആരെയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അത് നമ്മുടെ വർഷ. നമ്മുടെ വർഷ രേവതിയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതും രേവതിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്നും നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അച്ഛാന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അതെനിക്കറിയാം, അവൾ ഇടയ്ക്കിടയ്ക്ക് പിറുപിറുത്തിരിക്കുന്നത് കാണാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അമ്മക്കൊട്ടും ഇഷ്ടമല്ല, അമ്മയുടെ ഉള്ളിലൊക്കെ കിടന്ന കത്തല വർഷം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേക്കും. അമ്മ അതുകൊണ്ട് പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, പുറത്തിറങ്ങിയോ? എങ്ങനെ? അമ്മയെ, നമ്മുടെ വർഷയുടെ അമ്മേനെ വിളിച്ചു വരുത്തി വർഷയെ പറ്റി ഒരുപാട് പരാതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണേ സച്ചി. നിങ്ങളുടെ മോള് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എനിക്കെതിരെ തറുതല പറയുക, രേവതിയുടെ കൂടെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ മഹിമാൻറ്റിയോട് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവക്കെന്തട വട്ടായോ? ആച്ചാ അമ്മ എങ്ങനെയെങ്കിലും രേവതിയും വർഷയും തമ്മിൽ പിരിക്കാനുള്ള അടവിറക്കിയിരിക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, മഹിമ അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുക, അപ്പോൾ നിങ്ങളുടെ അമ്മ അത് ഇട്ട് കൊടുത്തിരിക്കുക എന്നൊക്കെ പറയുവാണേ. ഇനി അവരെന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാമെന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവരെന്തൊക്കെ ചെയ്യുമെന്നല്ല വെച്ചാൽ അവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും, ചെയ്ത് കഴിഞ്ഞെന്നോ? മഹിമ നേരെ പോയത് രേവതിയെ കാണാനാ, എന്നിട്ട് രേവതിയോട് വളരെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞച്ചാ, അത് നടു റോട്ടിൽ എല്ലാവരും കേൾക്കുകയാണ് അവർ പറഞ്ഞ ഒച്ച ബഹളം വെച്ചൊക്കെ പോയെന്നൊക്കെ സച്ചി പറയുവാണേ. അയ്യോ പാവ രേവതി മോള്, അവൾക്ക് വിഷമായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ രവീന്ദ്രൻ വിഷമിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതിക്ക് വിഷമായി, എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ രേവതിയും കൂട്ടി നേരെ അവരുടെ വീട്ടിലോട്ടാ പോകാൻ പോയ.
ആ മഹിമയുടെ. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നീ എന്താണ് സച്ചി വീണ്ടും പ്രശ്നം വഷളാക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു, എന്നിട്ട് എന്തു പറ്റി, നീ അവിടെ പോയി വീണ്ടും ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഇല്ലച്ചാ, രേവതിയേയും കൂട്ടി ഞാൻ കാറിൽ കയറി നേരെ പോകാൻ പോയത് അങ്ങോട്ടേക്കാണ്. പക്ഷെ കാറിൽ വെച്ച് രേവതി എന്നോടൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. രേവതിയും സച്ചിയും തമ്മിലുള്ള സംഭാഷണമൊക്കെ കാണിക്കുവാണ്. അവർക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാ നിന്നോട് വന്ന് ബഹളം വെച്ചിട്ടൊക്കെ പോയത്. വെച്ചിട്ടുണ്ട് ഞാൻ, ഇന്നവരുടെ വീട്ടിൽ പോയി ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അവരുടെ ഭർത്താവായിരിക്കും ഇളക്കി വിട്ടത്. അപ്പോൾ രേവതി ചോദിക്കും, ആര്? വർഷയുടെ അച്ഛനെ. അയാൾ ഓരോന്ന് പറഞ്ഞിട്ടായിരിക്കുള്ളൂ അവർ നിന്നെ വന്ന് വഴക്കൊക്കെ പറഞ്ഞേന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവരെന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ ഞാൻ നല്ലോണം തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് സച്ചിയേട്ടാ, അത് വിട്. പിന്നെ മഹിമയുടെ വർഷയുടെ അച്ഛനല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മഹിമ ആൻറ്റി ഇളക്കി വിട്ടതെന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോൾ സച്ചി ചോദിക്കും, വർഷയുടെ അച്ഛനല്ലെങ്കിൽ പിന്നെ ആരാ അവരെ ഇളക്കി വിട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് സച്ചിയേട്ടൻ്റെ അമ്മയാ. ഞാനും വർഷയും തമ്മിൽ കൂടുതൽ അടുത്തിടപഴകുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. വർഷ പോരാത്തതിന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുമുണ്ട്. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് വർഷയുടെ അമ്മേൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയാ എന്നെ ചീത്ത പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടതെന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അത് കൊള്ളാലോ, എന്നാൽ നേരെ ഇപ്പം അമ്മയുടെ അടുത്ത് തന്നെ പോവാം, അമ്മയുടെ തന്നെ ചോദിച്ചു കളയാന്ന് പറയുമ്പോൾ രേവതി പറയും, ചോദിച്ചിട്ട് എന്ത് കാര്യം, അമ്മ ഒന്നും സമ്മതിക്കാനൊന്നും പോകുന്നില്ല സച്ചിയേട്ടാ. അമ്മ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നെ വർഷയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്, തല്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ രേവതി പറയുവാണേ. പിന്നെ എന്ത് ചെയ്യണമെന്ന രേവതി നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, നമുക്ക് വർഷേനോടും ശ്രീകാന്തിനോടും തല്ല് പിടിക്കാം എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, തല്ല് പിടിക്കാനോ? നമ്മൾ എന്തിനാ അവരോട് തല്ല് പിടിക്കുന്നേ? തല്ല് പിടിക്കുന്നത് പോലെ അഭിനയിക്കാം, അതാണ് നമ്മുടെ അമ്മക്ക് കാണേണ്ടത്. ഞാനും വർഷയും തമ്മിൽ നേർക്ക് നേർ കാണുന്നില്ല, മിണ്ടുന്നില്ല, വഴക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തിക്കോളും, അമ്മയ്ക്ക് സന്തോഷമാവും, നമുക്കങ്ങനെ അഭിനയിക്കാം സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുവാണേ. അല്ലെങ്കിൽ അമ്മ വീണ്ടും എന്തെങ്കിലുമൊക്കെ തന്ത്രം പ്രയോഗിച്ച് വർഷയും എന്നെ തമ്മിൽ അകറ്റും സച്ചിയേട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, അപ്പോൾ നമുക്ക് അതുപോലെ അഭിനയിക്കാല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് രേവതിയോട്. അപ്പോൾ രേവതി, ആ സച്ചിയേട്ടാ നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ അഭിനയിക്കാം, ഞാൻ വർഷയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി വർഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണേ. ഈ കഥകളൊക്കെ രവീന്ദ്രനോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ ചന്ദ്രയുടെ മുമ്പിൽ ഇവർ ബഹളം വെക്കുന്ന ടൈമിലുള്ള സീനാണ് കാണിക്കുന്നത്. ആ ടൈമിൽ ശരിക്കും ഇവർ മുറിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചിരുന്ന് ബിസ്ക്കറ്റ് തിന്നുവാണേ. പക്ഷേ ബഹളവും വെക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഇവർ തല്ല് പിടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ചന്ദ്രയുടെ മുമ്പിൽ ആക്ച്വലി ഇവർ അഭിനയിക്കുമായിരുന്നു. ഉള്ളിൽ ഇവർ നല്ല എൻജോയ് ചെയ്ത് ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ അവർ കളിച്ചും ചിരിച്ചൊക്കെ വഴക്കിട്ടത് കണ്ട് നമ്മുടെ ചന്ദ്ര സന്തോഷിക്കുവാണ്. അതിവർ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ രവീന്ദ്രനോട് പറയുമ്പോഴേക്കും രവീന്ദ്രന് നല്ല സമാധാനമാവാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണോ അപ്പോൾ നടന്നത്? ആ അച്ഛാ, അമ്മയെ പറ്റിക്കാൻ വേണ്ടി നടന്ന കള്ള വഴക്കല്ലേ ഇതെന്നൊക്കെ സച്ചി പറയുവാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പേ വർഷനും ശ്രീകാന്തിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരും കൂടി സമ്മതിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചെറുപ്പത്തിലേ അമ്മമാരെ പറ്റിക്കാൻ വേണ്ടി പിള്ളേർ വഴക്കിട്ട് കഴിഞ്ഞാലും കൂട്ടുകൂടി സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ പറ്റി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം വഴക്കിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. എന്ത് ചെയ്യാനാച്ചാ, അല്ലെങ്കിൽ ഈ അമ്മ വീണ്ടും ആ മഹിമാൻറ്റിയെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് വീണ്ടും രേവതിയെ ചീത്ത കേൾപ്പിക്കും. രേവതിയെ ചീത്ത പറഞ്ഞതിനെ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അഭിനയിച്ചതെന്ന് പറയുന്നതാണ് സച്ചി. ഇങ്ങനെ അഭിനയിച്ചപ്പോഴേക്കും നമ്മുടെ അമ്മ ഹാപ്പി ആയില്ലേ അച്ഛാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാ, അവളുടെ മുഖത്തിൽ എന്താ പ്രകാശമായിരുന്നു. മക്കൾ തമ്മിൽ വഴക്കിടണത് കണ്ട് സന്തോഷിക്കുന്ന ഒരേ ഒരു അമ്മ നിങ്ങളുടെ അമ്മയായിരിക്കും എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണേ. അല്ല, ഇനി എപ്പോഴും ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, വേറെ വഴിയില്ലല്ലോ അച്ഛാ, കുറച്ച് നാൾ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അവർ അഭിനയിക്കട്ടെ, അമ്മയെ സന്തോഷിക്കും, പിന്നെ ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു എൻജോയ്മെൻറ്റ് ആച്ചാന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, തല്ലുപിടിച്ച് ലാസ്റ്റ് കളി കാര്യമാവേണ്ട നോക്കണേ സച്ചി, എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ഛൻ എന്തിനാ പേടിക്കുന്നേ, ഇതൊക്കെ ഒരു തമാശയല്ലേ അച്ഛാ, അങ്ങനെ എടുത്താൽ മതി, നമ്മുടെ അമ്മ കുറച്ച് നാൾ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോവുകയാണേ. രവീന്ദ്രനും വഴക്ക് കാര്യമില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും സമാധാനമായിട്ടുണ്ട്. വർഷ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേ, അമ്മ നമ്മുടെ വഴക്കൊക്കെ വിശ്വസിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊക്കെ വിശ്വസിച്ചു, ഇപ്പം കൂടി എന്നെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ രേവതിയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രീകാന്ത് നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സീരിയലിലെ ചില വില്ലത്തിമാരെ പോലെ, വില്ലത്തി അമ്മായിമ്മമാരെ പോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് രേവതി ചേച്ചി ഇഷ്ടമല്ല എന്ന് പറയുവാണേ. നീയും രേവതി ചേച്ചിയും തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നത് അമ്മക്ക് അതുകൊണ്ട് കണ്ടുകൂടാ, നിങ്ങളെ തമ്മിൽ പിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും
വർഷ പറയുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര കഷ്ടമാട്ടോ നിങ്ങളുടെ അമ്മ ചെയ്യുന്നത്. ഞാൻ ആൻറ്റിയോട് നേരെ പോയി ചോദിക്കാൻ പോയതാ ഈ കാര്യം, പക്ഷെ നിങ്ങളാ എന്നെ തടുത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുവാണേ വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ അമ്മേനോട് നേരിട്ട് പോയി ചോദിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഒന്നുകൂടെ വഷളായാനായിരുന്നു. അമ്മ അതിനെയും കൂടി ചേർത്ത് രേവതി ചേച്ചിയെ ചീത്ത പറയുകയേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുവാണേ. ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കാണെന്നോർത്ത് അമ്മ സമാധാനിച്ചോളൂ, കുറച്ച് സമാധാനം രേവതി ചേച്ചിക്കും കിട്ടുമല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് അഭിനയിക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ നിങ്ങളുടെ അമ്മേനെ നല്ല ചീത്ത പറഞ്ഞാനേ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുവാണ്, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അമ്മയെ മാത്രമല്ല നിൻ്റെ അമ്മയും വിളിച്ച് ചീത്ത പറയേണ്ടി വരും എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. കാരണം നിൻ്റെ അമ്മയാണല്ലോ രേവതി ചേച്ചിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ശ്രീകാന്ത് പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയും, അത് ശരിയാ, എൻ്റെ അമ്മക്കിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വർഷ നേരെ പോയി ഫോൺ എടുത്ത് മഹിമയെ വിളിക്കുവാണേ. മഹിമ ഫോൺ എടുത്ത് മോളെ വർഷ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അമ്മേ നമ്മുടെ പരിചയത്തിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ മഹിമ പറയും, ഉണ്ട്, അവൻ്റെ ക്ലിനിക്ക് ഇവിടെ തൊട്ടടുത്താന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അതേതായാലും നന്നായി, അപ്പോൾ എളുപ്പം പോയി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ ചോദിക്കും, അപ്പോയിൻമെൻറ്റോ? എന്തിനാ മോളെ, നിനക്ക് സുഖമില്ലേ? എന്തെങ്കിലും കുഴപ്പം? അപ്പോൾ വർഷ പറയും, എനിക്കല്ല കുഴപ്പം, അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ മഹിമ ചോദിക്കും, എന്നെയോ? അമ്മക്കല്ലേ ഇപ്പോൾ ഭ്രാന്തായിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മഹിമ പറയുന്നു, മഹിമക്ക് ദേഷ്യം വരുവേ, നീ എന്താ വർഷയെ പറയുന്നത്, എനിക്ക് ഭ്രാന്താണെന്നോ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, അമ്മ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അതുപോലെയല്ലേ, രേവതി ചേച്ചിയെ പോയി കണ്ട് സംസാരിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, ഓ അതാണോ കാര്യം? അതപ്പോൾ തന്നെ അവൾ അവിടെ കൊണ്ടുവന്ന് വിളമ്പിയൊന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അമ്മയല്ലേ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെന്ന് പറയുമ്പോഴേക്കും മഹിമ പറയും, പിന്നെ നിൻ്റെ അമ്മായിയമ്മയാടി എന്നോട് വന്ന് ഇതൊക്കെ പറഞ്ഞത്, അവർ രേവതി കാരണം നിനക്ക് ആ വീട്ടിൽ ചീത്തപ്പേരാണെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അമ്മ കണ്ടോ, അമ്മ ഇവിടെ വന്ന് നോക്കിയോ, രേവതി ചേച്ചി കാരണമാണ് എനിക്ക് ചീത്തപ്പേരെന്ന്, അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് മമ്മി എന്നൊക്കെ വർഷ പറയുവാണേ. രേവതി ചേച്ചി അമ്മ ഒരുപാട് ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അവൾ കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നീ അവളോട് മിണ്ടാൻ പാടില്ല വർഷേ, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ളവരോട് മാത്രം നമ്മൾ മിണ്ടാൻ മതി, അവളോട് നീ കൂടെ ഇടപഴകണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവേ, ഞാൻ ആരുടെ കൂടെ മിണ്ടണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് മമ്മിയാണോ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ടേ. ബാക്കിയുള്ളവരെ കുറച്ച് കാണുന്ന മമ്മിയുടെ ഈ പരിപാടി ആദ്യം നിർത്തണം എന്നൊക്കെ വർഷ ചീത്ത പറയുവാണ് മഹിമയെ. മോളെ ഞാൻ നിൻ്റെ മമ്മിയാന്ന് മഹിമ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതിന് മമ്മിയാണെങ്കിൽ എന്തും ചെയ്യാമോ, ഞാനിപ്പോൾ വർഷ മധുസൂദനനല്ല, വർഷ ശ്രീകാന്താണ്, ഇവിടെയുള്ളവരാ എൻ്റെ കുടുംബം, ആവശ്യമില്ലാതെ എൻ്റെ വിഷയത്തിൽ തലയിടല്ലേ മമ്മി എന്നൊക്കെ വർഷ വീണ്ടും വീണ്ടും ചീത്ത പറയുവാണ് മഹിമയെ. ഇനി രേവതി ചേച്ചിയോട് ഇതുപോലെയൊക്കെ പോയി അമ്മ സംസാരിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് വർഷ ഫോൺ കട്ട് ചെയ്യുവാണേ. മഹിമയ്ക്കാണെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം കയറിയിരിക്കുവാണ്, എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ ഞാൻ തെറ്റിക്കും എന്നുള്ള ഉറച്ച വാശിയിൽ നിൽക്കുവാണെങ്കിൽ മഹിമ. വർഷക്കാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വാശിയിൽ വർഷയും നിൽക്കുവാണ്. ഏതായാലും മഹിമ ഇനി എന്തായാലും വെറുതെ ഇരിക്കത്തില്ല, മധുസൂദനെയും കൊണ്ട് എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ അതിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.